ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്, വിദേശ ഫണ്ട് വിനിയോഗിക്കുന്നതിനുള്ള ആക്ട്, നിയന്ത്രണ ആക്ട് വന്നിട്ടുണ്ട്. അത് വളരെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് പോകുന്നു. സ്വാഭാവികമായി KCBC, കേരള കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ്, KCBC, കത്തോലിക്ക വിഭാഗത്തിൻ്റെ KCBC, മറ്റ് മതസംഘടനകൾ, ക്രിസ്തീയ സഭകൾ എല്ലാവരും ഇതിനകത്ത് വലിയ ആശങ്കയാണ് പറയുന്നത്, വലിയ അസ്വസ്ഥരാണ്. കേന്ദ്ര ഗവൺമെൻറ് പറയുന്ന ന്യായം 1977 ഈ നിയമമുണ്ടായത്, ഇങ്ങനെ ഒരു FCRA നിയമമുണ്ടാകുന്നത്. അതിനുശേഷം 2000 കഴിഞ്ഞതിന് ശേഷം ചില അമെൻമെൻറ്റുകളൊക്കെ വന്നു. UPA ഗവൺമെൻറ്റും അമെൻമെൻറ്റ് കൊണ്ടുവന്നു. ഇപ്പോഴാണ് അവസാനത്തെ ഒരു അമെൻമെൻറ്റിലാണ് NDA ഗവൺമെൻറ് കൊണ്ടുവന്ന, മോദി ഗവൺമെൻറ് കൊണ്ടുവന്നൊരു അമെൻമെൻ്റ് ഉണ്ട്. ആ അമെൻമെൻറ്റിലാണ് വലിയൊരു വിഷയം വന്നിരിക്കുന്നത്. എന്തായാലും ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് വളരെ പ്രശ്നങ്ങളുള്ളതാണ്. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് അംബ്രല ഓർഗനൈസേഷൻ എന്നുള്ള കൺസെപ്റ്റിൽ വലിയ കൺസോർഷ്യം പോലെ പ്രവർത്തിക്കുന്ന NGOകൾക്ക് ഇത് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാക്കും. ഏത് NGO ആണോ പണം വാങ്ങുന്നത് അവർ തന്നെ ചെലവഴിക്കണം, മറ്റൊരാളിന് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ വലിയ എമൗണ്ട് കൊണ്ടുവരാൻ കഴിയാത്ത സാഹചര്യം, കൊണ്ടുവന്നാൽ ചിലവാക്കാനുള്ള കപ്പാസിറ്റി ആ കൊണ്ടുവരുന്ന NGOയ്ക്ക് ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. രണ്ടാമത്, ഒരു NGO നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുന്നവരാണ്. പിന്നെ ട്രസ്റ്റ്, ഇന്ത്യൻ ട്രസ്റ്റ് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുന്നവരുണ്ട്. ഒരു NGO പണം കൊണ്ടുവന്നാൽ ആ പണം അവർ 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ കൊണ്ടുവരുന്നതിൽ നിന്ന് എടുത്തൊരു ഒരു പ്രോജക്റ്റ് ചെയ്തു. ആ പ്രോജക്റ്റിൽ വേറെ ഫണ്ടുകളും കാണും. ഇപ്പോൾ കെട്ടിട നിർമ്മാണത്തിനൊക്കെ വേറെ ഫണ്ടൊക്കെ കാണും. പക്ഷേ അവിടെ ഒരു മാൽ പ്രാക്ടീസോ എന്തെങ്കിലും പ്രശ്നമോ വന്നാൽ മൊത്തം അസറ്റും എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഈ ഫണ്ടിൻ്റെ ലൈബിലിറ്റി മാത്രം പോരാ, FCRA എടുത്ത ഫണ്ടിൻ്റെ ലൈബിലിറ്റി അല്ല, മൊത്തം ഫണ്ടും പോകും എന്നൊക്കെയാണ് ആശങ്ക. ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട ആശങ്കകളാണ്. മറ്റൊരു ആശങ്കയുള്ളത്, ഏതെങ്കിലും ഒരു സംഘടനയെ നമുക്ക് ശത്രുത തോന്നിയാൽ ആ സംഘടനയെ ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റും. ലിക്വിഡേറ്റ് ചെയ്താൽ അവരുടെ അസറ്റ് എല്ലാം കൂടി ഗവൺമെൻറ് എടുക്കാൻ തീരുമാനിച്ചാൽ ആ അസറ്റും ഡീറ്റെയിൽസും എല്ലാം കൂടി വേണമെങ്കിൽ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം കൂടി നന്നായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്ക് കൊടുക്കാം. അവിടെയൊക്കെ വലിയ മാൽ പ്രാക്ടീസ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരോട് വിചാരിച്ചാൽ നടക്കും. ചെറിയ ചെറിയ സംഘടനകളെ കൊല്ലും, അതെല്ലാം കൂടി എടുത്ത് വലിയ സംഘടനകൾ കൊടുക്കും, കോടതി പോയാൽ പോലും രക്ഷപിടിക്കില്ല എന്നുള്ള വലിയ ആശങ്കയുണ്ട്. അപ്പോൾ ഒരുപാട് ആശങ്കകളാണ് ഇത് സംബന്ധിച്ചുള്ളത്. തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ മതപരിവർത്തനം ഈ പണം കൊണ്ടുവന്ന് ചെയ്യുകയാണെങ്കിൽ അത് തടസ്സപ്പെടുത്തണം, അത് പാടില്ല. മത തീവ്രവാദം പാടില്ല, ആൻറ്റി നാഷണൽ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളൊന്നും ഇതിൽ അനുവദിക്കരുത്, സത്യം തന്നെയാണ്. പക്ഷേ ഇപ്പുറത്ത് ഡെവലപ്മെൻ്റൽ വർക്ക് ചെയ്യുന്ന, ചാരിറ്റി വർക്ക് ചെയ്യുന്നവരെ കൃത്യമായി സഹായിക്കുകയും വേണം എന്നുള്ളതാണ് ഇതിനകത്തുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് എലിയെ പിടിക്കാൻ എല്ലാം ചുടരുത്. കൃത്യമായ ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ടാക്കി ഫോറിൻ കോൺട്രിബ്യൂഷൻ ധാരാളമായി വരട്ടെ. അത് ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസിനും ചാരിറ്റി ആക്ടിവിറ്റീസിനും പോകുന്നതിനെതിരെ ട്യൂൺ ചെയ്യുക, അല്ലാത്തത് പിടിക്കാനുള്ള സംവിധാനം ചെയ്യുക. തെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പെനാലിറ്റി കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക. അല്ലാതെ സിസ്റ്റം മുഴുവൻ ഇല്ലാതാക്കുന്ന, ആ സ്ഥാപനം മുഴുവൻ ഇല്ലാതാക്കുന്ന ഒരു കൺസെപ്റ്റിലേക്ക് പോകുന്നത് ഗുണകരമല്ല. അത് കൃത്യമായി പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. FCRA എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. 2007 NGOകളുടെക്ക് വേണ്ടി, NGOയുടെ റോളിനെ സംബന്ധിച്ച് നാഷണൽ വോളണ്ടറി ഓർഗനൈസേഷൻസിൻ്റെ പോളിസി ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ ഭാഗമായി, ജസ്റ്റിസ് മിഷൻ്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നു. അവരും ഇത് അക്രഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള പ്രവർത്തനങ്ങളുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും NGO പാർട്ട്ണർഷിപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്, അത് കൈകാര്യം ചെയ്യേണ്ട മേഖലയാണ്. അതിനെ കൊല്ലുന്ന രീതിയിലുള്ള നിയമങ്ങൾ പാടില്ല. എന്നാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തെറ്റായ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ശിക്ഷ കൊടുക്കുകയും വേണം. അതിനുള്ള അവരുടെ ആശങ്ക മാറ്റുന്നതിനുള്ള, ഇത് കിട്ടുന്ന ഫണ്ട് കിട്ടുന്നവരുടെ ആശങ്ക മാറ്റാനുള്ള ചർച്ചകൾ രാജ്യത്തും സംസ്ഥാനത്തും നടക്കട്ടെ.